പഴയതുപോലെ വരുന്ന ചെറിയ ചെറിയ ഓർഡറുകൾ അനുസരിച്ചല്ല ഇനി നമ്മൾ ഇവിടെ സാരികൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബൾക്കായി സാരികൾ ചെയ്തു കൊടുക്കാൻ പോവുകയാണ് അപ്സരാസിന് വേണ്ടി. അപ്പോ ഒത്തിരി സ്റ്റാഫുകൾ വേണം. നമ്മുടെ പഴയ സ്റ്റാഫുകളെ എല്ലാം വിളിക്കുന്നുണ്ട്. ശാലിനിയും വരണം. ഒന്ന് ഓർമ്മിപ്പിച്ചതാ. ഓക്കെ, ശരി. ആ കൈമളേട്ടാ, പണ്ടത്തെ പോലെ വീണ്ടും ഞാൻ വലിയ തിരക്കുള്ളവളായി മാറിയിരിക്കെ. തിരക്കുണ്ടാവുന്നൊക്കെ നല്ലത് തന്നെ, പ്രത്യേകിച്ചും പ്രായമായി വരുമ്പോ. ഇരുന്നു പോയ പോക്ക. ഈ ബിസിനസ് കോൺട്രാക്ട് ഏറ്റെടുത്തത് എന്തുകൊണ്ട് നന്നായി. ചെമ്പകമംഗലത്ത് ഒരു പുതിയ ഉണർവ് വന്നതുപോലെയായി കൈമളേട്ട. നേരത്തെ പിരിഞ്ഞു നിന്ന സ്റ്റാഫുകളിൽ നിന്ന് ഒരു 25 പേരെ ഞാനിങ്ങ് തിരിച്ചെടുക്കുക. വർക്ക് ലോഡ് അനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. പുതിയ മെഷീൻസ് ഒക്കെ വേണം. അതിനൊക്കെ ഞാൻ ഓർഡർ കൊടുത്തു. ഹാ, പണം കുറെ ചെലവായി. ചെലവാവട്ടെ, തിരിച്ചു കിട്ടുന്നതല്ലേ. ഹാ, കൈമളേട്ടൻ എന്താ മിണ്ടാതിരിക്കുന്നേ? ഞാനെന്ത് പ്രത്യേകിച്ച് മിണ്ടാനാ? ഇതൊക്കെ ബിസിനസ് അല്ലേ, നടക്കട്ടെ. കൈമളേട്ടന്റെ ഈ മറുപടിയിലുണ്ട് ഇതിനോടുള്ള അനിഷ്ടം. ഹാ, ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. ഞാനൊരു നേരം ഗോതമ്പാ കഴിക്കുന്നത്. ആ വ്യത്യാസം കാണും. ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അകൽച്ച. മരുമകളിപ്പോ ഇവിടെ ഇല്ലല്ലോ. എനിക്ക് വെറും മരുമകളാ, നിനക്കങ്ങനല്ല. മകളാ, മകൾ. അത് മറക്കരുത്. കൈമളേട്ട, ഞാൻ പറയുന്നത്. അമ്മേ, നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റാഫുകളെല്ലാം വിളിച്ച് വിവരം അറിയിച്ചോ? ചിലരോടുകൂടി പറയാനുണ്ട് മോളെ. ദിവസങ്ങൾ ഇങ്ങ് അടുക്കുക. എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യണം. എനിക്ക് പഴയതുപോലെ ഇതിനൊന്നും അങ്ങനെ ഓടി നടക്കാനൊന്നും പറ്റില്ല. വയ്യ, അത് തന്നെയാ. പിന്നെ ദേ, നിന്നെ ഒരാളെ കണ്ടിട്ടാ ഞാനിത് ഏറ്റെടുത്തത്. നീ തന്നെ എല്ലാം ചെയ്യണം. നിന്നെ ഞാനിതിന്റെ ചുമതലകളെല്ലാം ഏൽപ്പിക്കുക. അമ്മ എന്ത് ഉത്തരവാദിത്തങ്ങൾ തന്നാലും ഞാനത് സന്തോഷത്തോടെ ചെയ്യും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ അമ്മയൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. ശരിയമ്മേ. അച്ഛനെന്താ ഇങ്ങനെ മുനിയെ പോലിരിക്കുന്നേ? ആ, കാട് കയറാൻ പോവുക. വയസ്സായില്ലേ? ഇതെല്ലാം കൂടെ നീ ഇവളെ ഏൽപ്പിക്കാൻ പോകണം. അല്ല, ഇവളെ ഏൽപ്പിച്ച എന്താ കുഴപ്പം? കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാ, ഈയിടെയായിട്ട് അവൾ ഒന്നിനും ഒരു താല്പര്യം കാണിക്കാൻ നടന്നവളാ. ഇപ്പോ ഇതിൽ അമിത താല്പര്യം കാണിക്കുന്നുണ്ട്. അതിലെന്തോ ഒരു കുഴപ്പമില്ലേ? കൈമളേട്ടനല്ലെങ്കിലും എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. എന്തായാലും അവള് നമ്മുടെ മകള് തന്നെയാ, അത് മറക്കണ്ട.